പരീക്ഷയ്ക്ക് പഠിച്ചതൊക്കെ ഓർമ്മയിൽ നിൽക്കാനും മനസ്സിൽ ടെൻഷൻ കുറയാനും ഇതുപോലെ ചെയ്തു നോക്കൂ. പരീക്ഷ അടുത്തു വരുമ്പോൾ പല മക്കൾക്കും ഭയങ്കര പേടിയാണ്. എത്ര പഠിച്ചാലും പരീക്ഷാ ഹാളിലിരിക്കുമ്പോൾ പഠിച്ചതൊക്കെ മറന്നു പോകുമോ എന്നൊരു ടെൻഷൻ. മക്കളുടെ പരീക്ഷയാവാറാവുമ്പോൾ ഉമ്മമാർക്കാണ് കൂടുതൽ ടെൻഷൻ. അവർ പഠിക്കുന്നുണ്ടോ, പഠിച്ചത് ഓർമ്മ നിൽക്കുമോ, കൂടുതൽ മാർക്ക് മേടിക്കുമോ എന്നൊക്കെയുള്ള ടെൻഷനാണ് പല ഉമ്മമാർക്കും. അതിനൊക്കെ പരിഹാരമാണ് ഈ സൂറത്ത്. മക്കളെ കൊണ്ട് ചെയ്യാൻ കഴിയിക്കുമെങ്കിൽ മക്കളെ കൊണ്ട് തന്നെ ചെയ്യിക്കുക, അല്ലെങ്കിൽ നമ്മൾ ഉമ്മമാർ അതുപോലെ ചെയ്തു കൊടുത്താൽ മതി. ചിലർ പഠിക്കാനിരിക്കുമ്പോൾ തന്നെ അസ്വസ്ഥമായിരിക്കും. എനിക്കിതൊന്നും ഓർമ്മയിൽ നിൽക്കുന്നില്ല, പരീക്ഷ എങ്ങനെ എഴുതും എന്നൊക്കെ ചിന്തിച്ച് ഇങ്ങനെ പരീക്ഷ പേടി വരുമ്പോൾ ഉമ്മമാർ ആദ്യം ഇങ്ങനെ ചെയ്യണം. പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന മക്കൾക്ക് വേണ്ടി ഒരു ഗ്ലാസ് വെള്ളത്തിലോ അല്ലെങ്കിൽ തേനിലോ ഈ മനോഹരമായ സൂറത്ത് ഓതുക. ഏതാണ് ആ സൂറത്ത് എന്നല്ലേ? സൂറത്തുൽ ഇൻഷിറാഹ് അഥവാ അലം നഷ്റഹ് ലക സദ്റക. ആ സൂറത്ത് എല്ലാവർക്കും അറിയാവുന്ന സൂറത്തല്ലേ? ആ സൂറത്ത് ഓതുക. 3 പ്രാവശ്യമോ 7 പ്രാവശ്യമോ അങ്ങനെ കണക്കില്ലാത്ത രീതിയിൽ ഓതുക. ഊതി വെള്ളം കുടിക്കാൻ കൊടുക്കുകയോ തേനിലാണെങ്കിൽ മക്കൾക്ക് കൊടുക്കുകയോ ചെയ്യുക. അല്ലെങ്കിൽ മക്കളെ കൊണ്ട് ചെല്ലിക്കുക. ഫർള് നമസ്കാരത്തിന് ശേഷം അവരെ കൊണ്ട് 7 പ്രാവശ്യം നെഞ്ചിൽ കൈവച്ചിട്ട് ഈ സൂറത്ത് ഓതാൻ പറയുക. പഠിച്ചത് മറന്നു പോകാതിരിക്കുവാനും ഓർമ്മയിൽ നിൽക്കുവാനും വേണ്ടിയാണ് ഇത്. പരീക്ഷയ്ക്ക് വേണ്ടി മാത്രമല്ല, നമ്മൾ ഏതെങ്കിലും ഒരു കാര്യത്തിന് പോകുമ്പോൾ ഇൻ്റർവ്യൂവിനോ വലിയ പരീക്ഷകൾക്കും അതിനുമൊക്കെ പോകുമ്പോൾ ഇത് ചൊല്ലിയാൽ നമ്മുടെ മനസ്സിനെ ഓർമ്മ നിൽക്കുന്നത്. ഈ സൂറത്ത് വളരെ ഫലപ്രദമായ ഒരു സൂറത്താണ്. അവസാനത്തെ ആയത്ത് തന്നെ ഇങ്ങനെയാണ്. ഈ സൂറത്തിൻ്റെ അവസാനത്തെ ആയത്ത് തന്നെ ഇങ്ങനെയാണ്: ഫഇന്ന മഅൽ ഉസ്രി യുസ്രാ. അർത്ഥം തന്നെ തീർച്ചയായും പ്രയാസത്തോടൊപ്പം എളുപ്പമുണ്ട്, തീർച്ചയായും പ്രയാസത്തോടൊപ്പം എളുപ്പമുണ്ട് എന്നാണ് തന്നെ പറയുന്നത്. അത്ര മഹത്വമായൊരു സൂറത്താണ് ഇത്. ഫലം കണ്ട സൂറത്താണ്. ഫലം കിട്ടുക തന്നെ ചെയ്യും. എത്ര വിഷമമേറിയതായാലും പഠിച്ചുകൊണ്ടിരിക്കുക. പഠിക്കാൻ മറക്കരുത്. പഠിച്ചത് കൊണ്ട് അത് നമ്മൾ മറന്നു പോവാതിരിക്കുവാനും നമ്മുടെ മനസ്സിൽ ഇരിക്കുവാനും വേണ്ടിയാണ്. അതുകൊണ്ട് പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് ഈ സൂറത്ത് ചൊല്ലണം. പഠിക്കാൻ ഇരിക്കുന്നതിന് മുമ്പും ചൊല്ലിയാൽ ഓർമ്മ നിൽക്കും. ഒരു കാര്യം പ്രത്യേകം ഓർക്കണം, സൂറത്ത് ചൊല്ലിയാൽ മാത്രം പരീക്ഷയിൽ എല്ലാം ഓർമ്മ വരും എന്നല്ല. നമ്മൾ പഠിക്കണം, പഠിച്ചത് ആവർത്തിക്കണം, പിന്നെ അള്ളാഹുവിനോട് സഹായം ചോദിക്കണം. പഠിച്ച ശേഷം ഇങ്ങനെ ദുആ ചെയ്യാം: യാ അല്ലാഹ്, ഞാൻ പഠിച്ചതെല്ലാം എനിക്ക് ഓർമ്മയിൽ നിലനിർത്തണമേ. പരീക്ഷാ ഹാളിൽ എത്തിയപ്പോൾ പഠിച്ചതൊന്നും മറന്നു പോകാതിരിക്കാൻ ശരിയായ ഉത്തരങ്ങൾ ഓർമ്മയിൽ വരുത്തണമേ. എൻ്റെ മനസ്സിലെ പേടിയും ടെൻഷനും മാറ്റി എനിക്ക് സമാധാനവും ആത്മവിശ്വാസവും നൽകണമേ. എൻ്റെ പരീക്ഷ എളുപ്പമാക്കണമേ. എൻ്റെ പരിശ്രമത്തിന് നല്ല ഫലം നൽകണേ എന്ന്. പ്രിയപ്പെട്ട കുട്ടികളെ, പേടിക്കേണ്ട, നന്നായി പഠിക്കുക, ആവർത്തിച്ച് പഠിപ്പിക്കുക, നമസ്കാരം കൃത്യമായി നിർവഹിച്ച് അള്ളാഹുവിനോട് ദുആ ചെയ്ത് തീർച്ചയായും എല്ലാം ഓർമ്മയിൽ നിൽക്കും. നമ്മുടെ കഴിവിനേക്കാൾ വലിയവനാണ് നമ്മെ സഹായിക്കുന്ന നമ്മുടെ അള്ളാഹു. ഫഇന്ന മഅൽ ഉസ്രി യുസ്റാ. തീർച്ചയായും പ്രയാസത്തോടൊപ്പം എളുപ്പമുണ്ട്. അള്ളാഹു പരീക്ഷ എഴുതുന്ന എല്ലാ മക്കൾക്കും നല്ല ഓർമ്മശക്തിയും അറിവും ആത്മവിശ്വാസവും നൽകി വിജയിപ്പിക്കട്ടെ. ആമീൻ. മക്കൾ ദുആ ചെയ്തില്ലെങ്കിൽ ഉമ്മ ദുആ ചെയ്താലും മതി. ഉമ്മ ഇതുപോലെ ചെയ്താലും മതി. ഇതുപോലെ ദുആ ചെയ്താലും മതി. ഇൻഷാ അല്ലാഹ് നമ്മുടെ എല്ലാ മക്കളുടെയും ആഗ്രഹങ്ങൾ സഫലമാക്കട്ടെ. അവരുടെ ജീവിതത്തിൽ നല്ല ഉന്നത പഠനത്തിന് പോകുവാനും അവരുടെ ആഗ്രഹങ്ങളെല്ലാം നിറവേറി സഫലമാകട്ടെ. ആമീൻ. റഹ്മത്തിക യാ അർഹമർ റഹീമീൻ. ഒന്ന് ലൈക്ക് ചെയ്യണേ, മറന്നു പോകരുത്. ലൈക്ക് ചെയ്യണേ.